മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലാൻ തുടങ്ങുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരോട് കാരണങ്ങൾ തേടരുത്. അവരെ അതിനെ അനുവദിക്കുക. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ലെങ്കിലും അവർക്ക് നിങ്ങൾ അറിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാകും. ഭക്തരെ, ഏറ്റവും അടുപ്പമുള്ളവർക്ക് അതിസമർത്ഥമായി നിങ്ങളെ ചതിക്കാൻ കഴിയും. ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും ആഴത്തിൽ വേദനിപ്പിക്കാനും കഴിയും. ഭക്തരെ, ആരോട് എന്ത് പറയണം എന്നത് അറിവ്, എപ്പോൾ പറയണം എന്നത് തിരിച്ചറിവ്. ഭക്തരെ, നിങ്ങൾ നിങ്ങളെക്കാളേറെ മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്നതു മുതൽ നിങ്ങൾ തോറ്റു തുടങ്ങും. ഉണ്ട് എന്നതിൽ അഹങ്കരിക്കരുത്. ഇല്ല എന്നതിൽ സങ്കടവും വേണ്ട. എല്ലാം മാറാൻ ഒരു നിമിഷം മതി. ജീവിതത്തിൽ നിങ്ങൾ ഒരു പോരാളിയായി മാറുന്നത് ഒന്ന് കാലിടറി വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ്. ഭക്തരെ, സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്ന് വരും. ജീവിതത്തിൽ നേടിയെടുക്കാൻ ഏറെയുണ്ടാകും. എങ്കിലും മനസ്സമാധാനത്തോടെ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ വലിയ നേട്ടം മറ്റൊന്നുമില്ല. ഭക്തരെ, ഏറ്റവും അടുപ്പമുള്ളവർക്ക് അതിസമർത്ഥമായി നിങ്ങളെ ചതിക്കാൻ കഴിയും. ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും ആഴത്തിൽ വേദനിപ്പിക്കാനും. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. അതിനാൽ തകരാതിരിക്കണമെങ്കിൽ സ്വയം ബഹുമാനിക്കുകയും സ്വയം സ്നേഹിക്കുകയും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ചെയ്യുക. ഭക്തരെ, അവനവൻ്റെ തളർച്ചയിലല്ല മറ്റുള്ളവരുടെ വളർച്ചയിലാണ് പലർക്കും ആദി. ഭക്തരെ, ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെയാകുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാക്കാത്തതുപോലെ നടക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ഭക്തരെ, ഏറ്റവും കൂടുതൽ ക്ഷമിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഭക്തരെ, എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്നാണ് സ്നേഹം. എന്നാൽ സ്നേഹം മൂലമുണ്ടാകുന്ന മുറിവുണക്കാൻ ലോകത്ത് ഇതുവരെയും ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഓരോ മുറിവിൻ്റെ നീറ്റലിലും ഹൃദയത്തിൻ്റെ വേദന പതിഞ്ഞിരിക്കുന്നു. ആഴം കൂടുന്തോറും അതിൻ്റെ വേദനയും കൂടുന്നു. ചിലരാണ് മനുഷ്യൻ്റെ മുറിവ്. അവർ തന്നെയാണ് ആ മുറിവിൻ്റെ മരുന്ന്. ഭക്തരെ, നാവ് വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതത്തേക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെ എത്തിക്കാനും കഴിയും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നിങ്ങളെ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഭക്തരെ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പോകില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ സൂര്യനെപ്പോലെ തിളങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ കത്തിജ്വലിക്കണം. ഭക്തരെ, പ്രായമല്ല, ഉത്തരവാദിത്തങ്ങളാണ് ഒരാൾക്ക് പക്വത നൽകുന്നത്. ഒരാളെ പരിഗണിക്കാനായി മറ്റൊരാളെ അവഗണിക്കാത്ത പക്ഷം എല്ലാ ബന്ധങ്ങളും മനോഹരമാണ്. ഭക്തരെ, ഒരു പിശുക്കൻ കൂട്ടിവെച്ച സമ്പാദ്യവും തേനീച്ച കൂട്ടിവെച്ച തേനും മറ്റുള്ളവർക്കേ പ്രയോജനപ്പെടൂ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.